വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ലിങ്ക് മലയാളം. ഹണ്ട്, ബ്രൊമാൻസ്, എമ്പുരാൻ തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഏപ്രിൽ മാസം 24-നാണ്. പക്ഷേ സിനിമ ഇപ്പോൾ ലീക്കായിട്ട് ഒറിജിനൽ HD പ്രിന്റ് വന്നിരിക്കുകയാണ്. മോഹൻലാല്, പൃഥ്വിരാജ് തുടങ്ങി ഒരുപാട് പേര് എമ്പുരാനിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും എമ്പുരാൻ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് എമ്പുരാൻ സിനിമ വരുമെന്ന് ആരും കരുതിയില്ല. അടുത്തൊരു അപ്ഡേറ്റ് ധീരവീരസൂര്യൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിക്രമിന്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ധീരവീരസൂര്യൻ. സിനിമ ഇറങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. നല്ല പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോൾ ഇതാ വിക്രമിന്റെ ഈ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒഫീഷ്യൽ OTT അല്ല വന്നിരിക്കുന്നത്, HD പ്രിന്റാണ് ലീക്കായിരിക്കുന്നത്. ഒഫീഷ്യൽ OTT ആമസോൺ പ്രൈമിൽ ഏപ്രിൽ 24-നാണ്. സുരാജ് വെഞ്ഞാറമൂട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ധീരവീരസൂര്യൻ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. ഭാവനയാണ് സിനിമയിലെ നായിക. ഹണ്ട് ഒരു മിസ്റ്ററി ഹൊറർ മൂവിയാണ്. നല്ല അഭിപ്രായമാണ് ഹണ്ട് സിനിമയ്ക്ക് ലഭിച്ചത്. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഹണ്ട് സിനിമ ഈസ്റ്റർ ദിനത്തിൽ സർപ്രൈസായിട്ട് മനോരമ മാക്സിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ബ്രൊമാൻസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. അർജുൻ അശോകൻ, മഹിമ, മാത്യു തോമസ്, കലാപൻ ഷാജോണാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ബ്രൊമാൻസ് സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ബ്രൊമാൻസ് സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഏപ്രിൽ മാസം 25-ന് മുന്നേ ബ്രൊമാൻസ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം OTT റിലീസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT ഡേറ്റ് കൃത്യമായിട്ട് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.